അപ്പോൾ ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കൊമ്പൻ അധോലോകം വെച്ച് കൊച്ചി ടു ഹൈദരാബാദ് പാർട്ട് 3 ആണ് കളിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. അപ്പം വീഡിയോ കുറച്ച് ലെങ്ത് ആവുമെന്ന് തോന്നുന്നു, അത് കുഴപ്പമില്ല ഗൈസ്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. മഴയായിരുന്നു, ഇപ്പം മഴയൊക്കെ നിന്നിട്ടുണ്ട്. അത്യാവശ്യം 4:45 ആയിട്ടുണ്ട്, 3:45 ആവാറായിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. ആൾക്കാരെ എടുക്കണ്ടേ? ആൾക്കാരെ എടുത്തില്ലല്ലോ ഗൈസ്. നമ്മൾ ആൾക്കാരെ എടുക്കാൻ പോകുന്നേ ഉള്ളെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം നമുക്ക് ഇതുവഴി അങ്ങ് പോകാം. ഗ്രീൻ ലൈറ്റ് കത്തിയിട്ടുണ്ട്. നമുക്കങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമുക്കങ്ങോട്ട് പോകാം ഗൈസ്. ബ്രേക്കൊന്നും പിടിക്കല്ലോ എന്നെ മച്ചാന്. നമ്മളങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ ആൾക്കാരെ എടുത്തില്ല ഗൈസ്. ഈ ആൾക്കാരെ എടുക്കാൻ പറയാൻ എടുക്കാൻ ഞാൻ തോന്നണ്ട. എവിടെ കഴിഞ്ഞിട്ട് പോടെ. നമുക്ക് വീണ്ടും ഇൻഡിക്കേറ്റർ ഇടണം ഗൈസ്. ഇൻഡിക്കേറ്റർ ഇടണോ വേണ്ടോന്നൊന്നും എനിക്കറിയില്ല, അത് വെറുതെ ഞാൻ തോന്നുന്നു. അപ്പം നമുക്ക് ഇങ്ങോട്ടാണ് പോകണ്ടേ. ഇങ്ങോട്ട് തന്നെ എല്ലാവരും ഹൈവേയിലോട്ട് ആരും ഇല്ലെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് നേരെ അങ്ങ് സ്ഥലം വിടാം. നമ്മളെന്തോ ഇതുവരെ ആൾക്കാരെ എടുക്കാന്ന്. എനിക്ക് സ്ഥലം വല്ല മാറിപ്പോയി. ഇങ്ങോട്ട് തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ ആ സ്ഥലമല്ലേ ഇത്? അങ്ങനെ ഗൈസ് നമ്മൾ ലൂപ്പിലെങ്ങാണ്ട് കുടുങ്ങിപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ലൈറ്റ് കിട്ടിയായിരുന്നെങ്കിൽ. നമ്മളെന്തോ ലൂപ്പിൽ പെട്ടിരിക്കുകയാണ് ഗൈസ്, എന്താണെന്ന് അറിയില്ല. ലൈറ്റ് എത്തിയിട്ടുണ്ട്. നമുക്കെന്തോ പിഴവ് പറ്റിയിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മൾ തിരിച്ച് സ്റ്റേഷനിൽ പോകണമെന്നാണ് തോന്നുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. എവിടെ സ്റ്റേഷനിൽ പറയാൻ പാടില്ല. നമ്മൾ കറക്റ്റ് ടൈമിങ് ഗൈസ്. ഞാൻ ഗൈസ് നമ്മൾ ഇവിടെ പെട്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഒന്ന് പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പം നമ്മൾ കുറച്ച് നേരം എടുത്തു, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞാൽ സ്കിപ്പ് അടിക്കുകയാണ് ഗൈസ്. ഇനിയാണ് നമ്മുടെ ശരിക്കുള്ളത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഗൈസ് 6:30 ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം ഇരുന്ന് നോക്കുമായിരുന്നു.
നമുക്ക് ഇച്ചിരി പെട്രോളും കൂടെ ഒന്ന് അടിച്ചിട്ട് പോകാം. അപ്പം അതിനിടെ ഏതോ ഒരു കാറുകാരൻ വന്ന് നമ്മുടെ വണ്ടി കയറി ഒന്ന് ഇടിച്ചായിരുന്നു ഗൈസ്. എന്തോ ചെയ്യാൻ ഓരോരുത്തർ കയറി വന്നോളൂ. ഗൈസ് അപ്പം നമ്മൾ പെട്രോൾ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാം ഗൈസ്. അപ്പം നമ്മൾ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. ഗൈസ് അപ്പം നമ്മൾ കുറച്ച് ദൂരം വന്നിട്ടുണ്ട്. അമ്മച്ചി വണ്ടി ഒന്നും ഇടിക്കല്ലേ ഗൈസ്. ഇതുവരെ നമ്മുടെ ഹെൽത്തൊന്നും പോയിട്ടില്ല. 98 വരെ വന്നിട്ടുള്ളൂ. നമ്മൾ കുറേ ദൂരം സഞ്ചരിച്ച് ഹെൽത്ത് പോയിക്കണം ഗൈസ്. 97 ഇതൊക്കെ അത്രേ ഉള്ളൂ. ഇനി ഫുള്ള് വളവുകളാണ്. നിങ്ങൾക്ക് മാപ്പിൽ നോക്കി കാണാം. വളവുകളൊക്കെ ഒന്ന് ഒടിച്ചുകൊണ്ട് വരട്ടെ ഗൈസ്. അപ്പം നമ്മൾ മെയിൻ റോഡിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇനിയും ബാംഗ്ലൂർ വരെ പോകണം. കുറേ ദൂരമുണ്ടെന്ന് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റൂട്ട് പിടിച്ചു വരുന്നത്. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ വരും ഒരു പിടിയില്ല ഗൈസ്. ഇവിടെ എത്തുമ്പോൾ ഒരു ആശ്വാസമുണ്ട് ഗൈസ്. പേടിയുണ്ട്, ആശ്വാസമുണ്ട്. ഇവിടെ ആണെങ്കിൽ നല്ല വെട്ടമുണ്ട് ഗൈസ്. ഇരുട്ടുമില്ല, ഒന്നും തോന്നില്ല. പേടിയെന്ന് വെച്ചാൽ വണ്ടി ഇടിക്കുന്നത് അത്രേ ഉള്ളൂ. സൈഡ് മരങ്ങളുണ്ടെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ ഗൈസ്. പക്ഷേ ഇപ്പം നല്ലൊരു അവസരം കിട്ടുന്നു. ജസ്റ്റ് വെറുതെ ബ്രേക്ക് പിടിച്ചു ഗൈസ്. അപ്പം നമുക്ക് ഗൈസ് നമ്മൾ കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഇറക്കത്തിൽ വെച്ച് ഇടിച്ചായിരുന്നു ഗൈസ്. ചെറുതായിട്ടൊന്നൊരു വണ്ടിക്കാരൻ ലോറിക്കാരൻ ഇടിച്ചായിരുന്നു. ഇപ്പോൾ 95 ഹെൽത്ത്. എന്തോ ചെയ്യാനാ, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ. നല്ല സ്പീഡ് വെച്ചടിച്ച് കയറുന്നുണ്ട് ഗൈസ്. ഇപ്പം നമുക്ക് ഇങ്ങോട്ടാണ് വളച്ചെടുക്കേണ്ടത്. എൻ്റെ പൊന്നെ ഞാൻ പേടിച്ചു പോയി. ഞാൻ വെച്ച് വണ്ടി ഓടിച്ചെന്ന് ഗൈസ്. ഗൈസ് ഇനി നമുക്ക് പക്ഷേ നല്ല സ്പീഡിൽ പോകാം ഗൈസ്. പിന്നെ പ്രശ്നമില്ല. വലിയ റോഡ് വന്നിട്ടുണ്ട്. പിന്നെ ആരുമില്ല ഗൈസ്. അത്ര പറ്റുന്നില്ല. അങ്ങനെ വരും ഗൈസ്. ഓടിക്കാൻ നല്ല സുഖമുണ്ട്. ആൾക്കാർ ഇപ്പോൾ പെട്ടെന്ന് മുമ്പിൽ കയറി ചാടുക പെട്ട്. ലൈറ്റ് മിന്നിച്ചിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് പോയാൽ ഇതുവരെ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്തില്ല. മണ്ടായി. അപ്പോൾ നമ്മൾ അതിശാസ്യമായി ഓവർടേക്ക്. അയ്യോ ഇപ്പം
അപ്പോൾ ഞാൻ വിചാരിച്ച് അടി തട്ടീന്. ഓട്ടോക്കാരനെ ലൈറ്റ് മിനിച്ചിട്ടുണ്ട്. ലോഡിംഗ് ആണ് ഗൈസ്. അപ്പം നമ്മൾ ബാംഗ്ലൂരിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ മിഷൻ എന്തോന്ന് വെച്ചാൽ റിട്ടേൺ പാസഞ്ചേഴ്സ് ടു സ്റ്റേഷൻ ആണ് പറഞ്ഞിരുന്നത്. അത്രേ ഉള്ളൂ ഗൈസ്. ഇതൊക്കെ എന്ത് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് തീർക്കും. എന്തുകൊണ്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മാറിക്കടാ. പക്ഷെ എൻ്റെ പൊന്നും മോനെ ഒന്നും മാറാ. നമ്മൾ ഗൈസ് ഞാനെന്തിന് ഇൻഡിക്കേറ്റർ ഇട്ട അതെ വൈപ്പർ ഇട്ടതിന് വേറെ പെട്ടെന്ന് പോയിട്ട് ഗൈസ്. വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല ഗൈസ് കുറച്ചുണ്ട്. അപ്പോൾ ഇനി പെട്രോളൊന്നും അടിക്കണം. നമുക്കങ്ങ് പോകാം ഗൈസ്. ഈയിടെ ഒന്നും മാറി നിൽക്കടാ. ഇൻഡിക്കേറ്റർ വിട്ടിട്ട് ഗൈസ് ഏത് കൊടുത്തും വന്ന് പിടിച്ച് 93 ഉണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇവിടുന്ന് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് എന്തുവത് എന്തൊരു കഷ്ടമാണ് ഗൈസ്. എപ്പോഴും അങ്ങനെ എവിടെയെങ്കിലൊക്കെ കയറി പിടിച്ച് എല്ലാ വീഡിയോയിലും 90ൻ്റെ അടുത്തൊക്കെ വരും ഗൈസ്. അപ്പം അയ്യോ കഴിവ് മറക്കും. അങ്ങനെ എത്താറായിട്ടുണ്ട് ഗൈസ്. എത്തി നമ്മളെത്തിയിരിക്കുകയാണ്. അപ്പുറത്ത് ഇവിടെ നിന്ന് വയമ്പനാട്ടുകാർ കളിച്ചോണ്ടിരുന്ന ഹെൽത്ത് പോയില്ല പക്ഷെ ഗൈസ്. അപ്പം നമ്മൾ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തും കൂടെ പോയാൽ മതി ഗൈസ്. നമ്മൾ അതിസാഹസികമായി ഹൈദരാബാദ് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഉള്ളതെല്ലാം അങ്ങ് ചെയ്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. Thanks for watching. Take care and goodbye guys.